ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചെറിയ ബിസിനസ് തുടങ്ങി ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. അവരവരെ സേവിങ്സ് എല്ലാം ഉപയോഗിച്ച് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കസ്റ്റമറെ കിട്ടാതെ ചിലരത് സ്റ്റോപ്പ് ചെയ്യും, ചിലർ ആ സ്ട്രഗിളിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഞാനിത് നിങ്ങൾക്ക് ഒരു ജേണിയിലൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ. ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഇനി പുതിയതായി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർക്ക് വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അധിക പേരും അവരുടെ സേവിങ്സ് ഉപയോഗിച്ചിട്ട് മുമ്പ് ജോലിയിലായിരുന്നിരിക്കും. കുറച്ച് സേവിങ്സ് അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് എമൗണ്ട് റൈസ് ചെയ്യും. എന്നിട്ട് അവർ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് എടുക്കും, അതേപോലെ ലോഗോ ചെയ്യിക്കും, അതിൻ്റെ പാക്കേജിങ്, മറ്റ് ബ്രാൻഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യിക്കും, രജിസ്ട്രേഷൻസ്, ലൈസൻസ്, ഈ എല്ലാ സ്റ്റെപ്പുകളും ഇവർ ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ നേരത്തും കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അതായത് കയ്യിൽ നിന്ന് കാശ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലേക്ക് കാശ് ഇതുവരെ വന്നിട്ടില്ല. കയ്യിലേക്ക് നമ്മളുടെ കാശ് വരുന്നത്, നമ്മുടെ ബിസിനസ്സിലേക്ക് കാശ് വരുന്നത് ആദ്യ കസ്റ്റമർ നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ്. ആ ഇനീഷ്യൽ കസ്റ്റമർ വരുന്നത് മുതലാണ്, അല്ലെങ്കിൽ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് അവർ വരുന്നത് മുതലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുമാനമുള്ളത്. പക്ഷേ അധിക പേരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ അവർ സ്റ്റോക്ക് എടുക്കുന്നു, ബ്രാൻഡിങ്, ലോഗോ, പാക്കേജിങ്, രജിസ്ട്രേഷൻസ്, ലൈസൻസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി മണി സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയാം, അതുകൊണ്ട് അതിന് സ്പെൻഡ് ചെയ്യും. പക്ഷേ പ്രൊഡക്റ്റ് ഇറക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതിന് ശേഷം കസ്റ്റമേഴ്സ് വരാതെ ആകുമ്പോഴാണ് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ചിലവർ അത് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് മനസ്സിലാവും പ്രശ്നം മാർക്കറ്റിങ്ങിലാണ്. പ്രൊഡക്റ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു. ഈ തിരിച്ചറിവ് വരുന്നത് മുതലാണ് ചിലർ മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. അപ്പോഴേക്കും സമയം ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജേണിയിലൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് നിങ്ങളുടെ കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. അധിക പേരും ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും, ഒരു സൈഡിലേക്ക് പതുക്കെ മാറ്റി വെക്കും. ജോലിയിൽ നിന്ന് വന്ന ആളുകളാണെങ്കിൽ ജോലിയിലേക്ക് തിരിച്ചു പോകും, മറ്റു വല്ല ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലേക്ക് തിരിച്ചു പോകലാണ്, പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കാൻ പോകും. അങ്ങനത്തെ എന്താണ് അവർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോകും. ആ ബിസിനസ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, തുടക്ക സമയത്ത് നിങ്ങളുടെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇനീഷ്യൽ കസ്റ്റമേഴ്സാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് മാർക്കറ്റിംഗ് ആണ്. എങ്ങനെ എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ സർവീസ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, അവരെവിടെയാണ് ഉള്ളത്. എൻ്റെ കയ്യിലൊരു സാധനം വിൽക്കാനുണ്ട്, അവർ വന്നാൽ മാത്രമാണ് എന്ത് നടക്കുള്ളൂ, സെയിൽ നടക്കുള്ളൂ. സെയിൽ നടന്നാലാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് കാശ് വരുള്ളൂ. കാശ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഒരാൾക്ക് മോട്ടിവേഷൻ കുറയില്ല. കാരണം കാശ് വന്നാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അത് കൊണ്ടുപോകും. പക്ഷേ ഈ കാശ് സ്റ്റോപ്പായി നമ്മുടെ സേവിങ്സിൽ നിന്ന് കാശ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലരുടെയും കയ്യും കാലും വിറയ്ക്കൽ തുടങ്ങുന്നത്. കാരണം നമ്മൾ സേവ് ചെയ്ത് വെച്ച് 2-3 വർഷം കൊണ്ട് നിങ്ങൾ ജോലിയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, കടം വാങ്ങിച്ചിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ആ മണി ഇങ്ങനെ കുറഞ്ഞു വരാൻ നേരത്ത് ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ മാസം കഴിയുന്തോറും നിങ്ങളുടെ കോൺഫിഡൻസ് കുറയാനായിട്ട് തുടങ്ങും. നല്ല വിൽ പവർ ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഇത്തരം സ്ട്രഗിളിലൂടെ ഫേസ് ചെയ്ത് മുന്നോട്ട് വീണ്ടും ആ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വളരെ ടൈനി മൈനോറിറ്റി ആയിട്ടുള്ള പെർസെൻറ്റേജിലുള്ള കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. 0.1% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് വരും എന്ന് നിങ്ങൾ പഠിക്കണം. ലോകത്തിലെ നല്ല സ്മാർട്ടായിട്ടുള്ള പ്രോബ്ലം സോൾവേഴ്സ്, അതായത് വലിയ സയൻറ്റിസ്റ്റുമാർ, ടോപ്പ് കമ്പനീസിൻ്റെ CEOs, വലിയ രാഷ്ട്ര തലവന്മാർ, ഇവരെല്ലാം അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഒരു പ്രത്യേക പാറ്റേണിലൂടെയാണ്. അതേ പാറ്റേണിലൂടെ തന്നെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ്. എന്താണ് പ്രശ്നം എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. അധിക ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് അവരുടെ പ്രശ്നം എന്ന് തന്നെ അവർക്കറിയില്ല.
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ലോഗോയും പാക്കേജിങ്ങും എല്ലാ സ്റ്റോക്കും കാര്യങ്ങളും രജിസ്ട്രേഷൻ ലൈസൻസ് എല്ലാവരും കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ഒരു കാര്യം മിസ് ചെയ്തു, മാർക്കറ്റിംഗ്, കസ്റ്റമറെ കണ്ടെത്താനുള്ള കാര്യം. ഈ സാധനം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകൾ എവിടെയാണ്, അവരെവിടെ നിന്ന് കണ്ടെത്തും? ഈ വക ചിന്തയൊന്നും അവരുടെ തലയിലൂടെ പോയിട്ടില്ല. അവർ ഇതിലേക്ക് ഇറങ്ങി കുഴിയിൽ ചാടിയതിന് ശേഷം ആ കുഴി കിടന്നിട്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വേണം. എന്താണ് എൻ്റെ പ്രശ്നം? ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടുത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നില്ല. അങ്ങനെ വരാത്തത് കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇങ്ങനെ മണി ഇങ്ങനെ കുറഞ്ഞ് ഓരോ ദിവസം കുറഞ്ഞു വരുന്നത് കാണുന്നത് കൊണ്ട് നമ്മളുടെ മോട്ടിവേഷൻ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് കസ്റ്റമേഴ്സ് വരാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. എന്താണ് ഇവിടുത്തെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് വരാത്തത്? അതാണ് രണ്ടാമത്. കോസസ് എന്തൊക്കെയാണ്? ആദ്യം നമുക്കൊരു ക്ലാരിറ്റി വേണം. രണ്ടാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ടതാണ് കോസസ് എന്തൊക്കെയാണ്. അതായത് എന്ത് കാരണം കൊണ്ടാണ് കസ്റ്റമർ വരാത്തത്? എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയാം. മാർക്കറ്റിംഗ് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്തില്ല. നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പ്രതീക്ഷയിലിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കലല്ല മാർക്കറ്റിംഗ്. നമ്മൾ ഇറങ്ങി തിരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യലാണ് മാർക്കറ്റിംഗ്. എങ്ങനെ കണ്ടെത്താം എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് നമ്മുടെ അടുത്ത് വേണം. ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരാം, എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് തുടങ്ങുന്ന അന്ന് മുതൽ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 ദിവസം വരെ അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഫ്രീ ആയിട്ട് നമ്മുടെ സർവീസ് കൊടുക്കും, സൗജന്യമായിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ആ തുടക്ക സമയത്ത് ഉണ്ടാവും. ഈ തുടക്ക സമയത്ത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സർവീസ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഫ്രീ ആയി, ഇപ്പോൾ നിങ്ങളൊരു ബ്യൂട്ടി സലൂണാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ഹെഡ് മസാജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് പരിപൂർണമായിട്ട് ഫ്രീ ആയിരിക്കും. അത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സർവീസ് ആയിരിക്കണം. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന കസ്റ്റമേഴ്സ് മറ്റ് കസ്റ്റമേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇവരിത് പോയി പറയും, ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇന്ന ബെസ്റ്റ് സർവീസാണ് നമുക്ക് തരുന്നത്, അത് പരിപൂർണമായിട്ട് സൗജന്യമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ സൗജന്യമായിട്ട് കിട്ടിയ കസ്റ്റമർ വീണ്ടും വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കാം. ഇവർ വേറൊരാളുടെ അടുത്ത് ഇത് പോയി പറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് അവിടെ വർക്കൗട്ട് ആവും. ഞാൻ ഇത് ഉദാഹരണം പറയുന്നത്, അതായത് നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഇവിടെ ഞാൻ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ട കസ്റ്റമറെ കൊണ്ടുവരാം. ഫ്രീ ആയിട്ട് നമ്മുടെ സർവീസ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേക പാർട്ട് നമുക്കിപ്പോൾ നിങ്ങൾ ബേക്കറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് സൗജന്യമായിട്ട് നിങ്ങൾ കൊടുക്കാം. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡൽഹി ജുമാ മസ്ജിദ് മാർക്കറ്റിൽ ഈ ടെക്നിക്ക് വളരെ ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ പ്രത്യേക സ്റ്റാഫിനെ തന്നെ ഇരുത്തിയേക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു പ്രത്യേക സ്വീറ്റ് വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ച് അതിൻ്റെ രുചി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പോയ ആൾ ഒരു 10-50 മീറ്റർ അങ്ങ് കടന്നതിന് ശേഷം തിരിച്ച് റിട്ടേൺ വരും. അതൊരു ടെക്നിക്കാണ്. എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് പുതിയ കസ്റ്റമറെ കൊണ്ടുവരാം, ഇതാണ് നിങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നടക്കണം. ഒരു ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് 2 എണ്ണമാണ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരുന്നത്, വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്നത് 2 ആക്ടിവിറ്റീസാണ്. 1 മാർക്കറ്റിംഗ്, കസ്റ്റമറെ കണ്ടെത്തൽ, 2 സെയിൽസ്, ആ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് നമ്മളുടെ സാധനം എടുപ്പിക്കൽ. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ അതിൽ ആദ്യം നടക്കേണ്ടത് മാർക്കറ്റിംഗ് ആണ്. ആളുകൾ അറിയണം നിങ്ങളുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ടെന്നുള്ളത്. ആളുകൾ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി മാർക്കറ്റിംഗ് ആണ്, രണ്ടാമത്തതാണ് സെയിൽസ്. നിങ്ങൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ആ ബാങ്ക് അക്കൗണ്ടിലുള്ള കാശ് നിങ്ങൾ സ്പെൻഡ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയിലല്ല നിങ്ങൾ സ്പെൻഡ് ചെയ്തേക്കുന്നത്, അതിനേക്കാൾ താഴെ ഇമ്പോർട്ടൻസ് ഉള്ള പലതിലുമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തേക്കുന്നത്. അനാവശ്യമായിട്ടുള്ള പാക്കേജിങ്ങൾ, ലൈസൻസ്, രജിസ്ട്രേഷൻ, അതിൻ്റെ പുറകെ നടന്ന് ലോഗോയുടെ കളർ പാലറ്റ്, ഡിസൈൻ, അങ്ങനെ പല വലിയ വലിയ കാര്യങ്ങളാണ് പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സാധനം വിൽക്കാൻ അറിയില്ല. ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ബിസിനസ് പൂട്ടേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഓരോ ചാനലുകളെ പറ്റി നമുക്ക് പഠിക്കാം. ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളത് ഒരു ഓപ്ഷൻ, എല്ലാത്തിലും അത് എല്ലാ ബിസിനസ്സുകൾക്കും അത് സ്യൂട്ട് ആയിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി സോഷ്യൽ മീഡിയ, പലരും ഉപയോഗിക്കാത്തൊരു മീഡിയയാണ്. അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. സോഷ്യൽ മീഡിയ വഴി എനിക്ക് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കും. മോഡേൺ മാർക്കറ്റിംഗ് രീതികൾ ഏതെങ്കിലും എനിക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും.
കണ്ടന്റ് മാർക്കറ്റിംഗ്, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, പെയ്ഡ് പ്രൊമോഷൻസ്. അതായത് ഒരു ബിസിനസ് ഓണർ, ന്യൂ ബിസിനസ് ഓണർ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമറെ കൊണ്ടുവരാം, ആ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് എങ്ങനെ എൻ്റെ പ്രൊഡക്റ്റും സർവീസും എടുപ്പിക്കാം എന്നുള്ളതാണ്. ഈ 2 ചിന്തയാണ് നിങ്ങളുടെ തലയിൽ ആദ്യം വരേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻകം വരുള്ളൂ. ഈ ഇൻകം വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. കാരണം ഇൻകം വന്നില്ലെങ്കിൽ സ്മോൾ ബിസിനസ് ഓണർക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല വിൽ പവർ ഉള്ള ഒരാൾക്കാണ് അതിൻ്റെ പുറകെ തന്നെ കൂടാനായിട്ട് സാധിക്കുള്ളൂ. അധികം ആളുകളും ക്വിറ്റ് ചെയ്യും. അപ്പോൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബിസിനസ്സിലേക്ക് ഇൻകം വരണം, കസ്റ്റമേഴ്സ് വരണം, കസ്റ്റമറെ കണ്ടെത്താനുള്ള പരിപാടിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.